നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 706 706. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ 199 സർഗത്തിലെ 36 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഈ മട്ടുണർത്തി മഹിതർഷികൾ അംബുജാക്ഷനോടും യുധിഷ്ഠിരനോടും ധൃതരാഷ്ട്രനോടും കൈകൂപ്പി യാത്രയും ചെയ്വത് കണ്ട് ചൊല്ലി വന്നിച്ചുമല്ലേ വസുദേവൻ അലിഞ്ഞ് ഈ വണ്ണം. അതാണ് ഇനി പറയാൻ പോണത്. മഹർഷിമാരോട് വാസുദേവരുടെ ചോദ്യവും യാഗാനുഷ്ഠാനവും. മഹർഷിമാരോട് കൃഷ്ണൻ്റെ അച്ഛൻ വസുദേവരെ ചോദിക്കുകയാണ്, ഞാൻ ഏത് ദേവനെയാണ് പൂജിക്കേണ്ടത്? ഈ രാമായണം 6 പ്രാവശ്യം വായിച്ചിട്ടും രാമനക്ക് സീത എപ്പടി ചോദിച്ചപ്പോൾ പറഞ്ഞു അത്ര നേരെ പെങ്ങളല്ലേ ചോദിച്ചു അത്ര. ഇതൊരു കഥയാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം രാമായണത്തെ പറ്റി എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് വസുദേവരെ പ്രസവിച്ചപ്പോൾ തന്നെ ആനകദുന്ദുബി വാദ്യങ്ങൾ മുഴങ്ങിയെന്നാണ് പറഞ്ഞത്. അത്രയും ഉത്കൃഷ്ടനാണ്. പക്ഷേ ആധ്യാത്മികയുടെ കാര്യം വരുമ്പോൾ മമതകളെ ഒഴിവാക്കി നിർത്തിയാൽ മാത്രമേ ശരിയായ പുരോഗതി ഉണ്ടാവുള്ളൂ. എനിക്കെന്നും എൻ്റേതെന്നുള്ള രീതികൾ മാറി നമ്മുടേതെന്നും നമ്മൾക്കുള്ളതെന്നും അങ്ങനെ വലിയൊരു വിശാലമായ കാഴ്ചപ്പാട് ആവശ്യമാണ്. അതിനാണ് പ്രീതികരമായിട്ട് ജീവിക്കാമെന്നൊക്കെ ആധ്യാത്മികത്തിൽ പറയും. അവനവന് വേണ്ടി ജീവിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരോപാസന. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ പൂജയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വഷളത്തരം. എൻ്റെ ചന്ദനം ചാർത്താണ്, എൻ്റെ വഴിപാട് അന്നദാനം വഴിപാടാണ്, ഇന്നത്തെ എൻ്റെ പൂജ എൻ്റെ വകയാണെന്നൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ. അതാണ് ആധ്യാത്മികത്തിൻ്റെ അധപ്പതനം. അത് പറയുമ്പോൾ വിഷമാവും ആൾക്കാർക്ക്. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പൂജയ്ക്ക് 6 മണി കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ 1ാമത്തെ ശ്ലോകം പറയുന്നു, എമ്മട്ടിലുള്ള കർമ്മത്താൽ കർമ്മബന്ധമകന്നിടും. എനിക്ക് നിങ്ങളും അറിയാൻ താല്പര്യപ്പെടുന്നതും ചോദിക്കാൻ മടിക്കുന്നതുമായ ഒരു ചോദ്യമാണ്. എമ്മട്ടിലുള്ള കർമ്മത്താൽ കർമ്മബന്ധമകന്നിടും. കർമ്മബന്ധം അകലാതെ കൊണ്ട് രക്ഷയില്ല. ഋഷീന്ദ്രരാം നിങ്ങൾ അമ്പാർന്ന് ആയത് ഒന്ന് അരുളിയിടണം. വസുദേവർ പറയാ, നിങ്ങൾ ദയവ് ചെയ്ത് ഋഷീന്ദ്രരാം നിങ്ങൾ അമ്പാർന്ന് ആയതൊന്ന് അരുളിയിടണം. മുനിമാർ അഖിലേശൻ്റെ പിതാവിനെ എമ്മോട് ഈ വിധം ചോദിപ്പതെന്തെന്നോർത്തിടെ ചൊല്ലിനാൻ ദേവമാം മുനി. കുറച്ച് സങ്കീർണമായിട്ടുള്ള അവതരണം. മുനിമാർ അഖിലേശൻ്റെ പിതാവിനോ എമ്മട്ട് ഈ വിധം ചോദിപ്പതെന്തെന്നോർത്തിടെ ചൊല്ലിനാൻ ദേവമാം മുനി. 3ാമത്തെ ശ്ലോകം ഞാനൊരു കമൻ്റ് ചെയ്തിട്ടുണ്ട്, വെരി ട്രൂ. എന്താ അത് നോക്കാം. മകനാം കൃഷ്ണനേക്കാളും മുനിമാർ നമ്മളെ വരും മഹാപണ്ഡിതരെന്നുള്ളിൽ ഓർത്താം ചോദിപ്പതീ വിധം. വസുദേവർക്ക് പറ്റിയ തെറ്റെന്താ? തൻ്റെ മകൻ സർവേശ്വരനാണ് എന്ന് അറിയാണ്ട് പോയി. എൻ്റെ മകനാണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. മകനാം കൃഷ്ണനേക്കാളും മുനിമാർ നമ്മളെ വരും മഹാപണ്ഡിതരെന്നുള്ളിൽ ഓർത്താം ചോദിപ്പതീ വിധം. അതായത് വസുദേവർക്കൊരു തെറ്റുപറ്റി. ഈ ഋഷികളിൽ ഇന്ദ്രസ്ഥാനം വഹിക്കുന്ന ആൾക്കാർ ഭഗവാനേക്കാൾ, ഈശ്വരനേക്കാൾ, ജഗതീശ്വരനേക്കാൾ, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണനേക്കാൾ വലിയവരാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇവിടെയാണ് തെറ്റുപറ്റുന്നത്.
ഭാഗവതം പഠിച്ച് അതിൻ്റെ താത്വിക വശങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് ഭാഗവത പാരായണം കേൾക്കാൻ താല്പര്യമുണ്ടോ? അല്ലാത്തവർക്ക് എന്താ താല്പര്യം? 3 നേരം മഹാപ്രസാദം കഴിക്കാം എന്നല്ലാതെ കണ്ട്. സത്യം പറയണം, സത്യമേവ ജയതേ. ഞാൻ വായനക്കാരനാണ്, വായനക്കാരിയാണ്. പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ ആഖ്യാനം വായിച്ച് പഠിക്കാതെ കണ്ട് എങ്ങനെയാണ് വായിക്കുക? എങ്ങനെ ആചാര്യനാവുക? എങ്ങനെ ആചാര്യാവുക? അപ്പോൾ മകനാം കൃഷ്ണനേക്കാളും മുനിമാർ നമ്മളേവരും മഹാപണ്ഡിതരെന്നുള്ളിൽ ഓർത്താം ചോദിപ്പതീവിധം അരികിൽ തന്നെ വാണിയിടിൽ മർത്യനുണ്ടാം അനാരതം. ഇത് ശരിയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. ഇപ്പം ഞാൻ കുരുവമ്പലത്താണ് താമസം. പക്ഷേ എന്നെ കുരുവമ്പലത്തുള്ളവർ എല്ലാവർക്കും ഞാൻ ആചാര്യനാണെന്ന് അറിയില്ല. കാരണം എന്താ? ഞാൻ ആ വേഷം കെട്ട് കാണിച്ചിട്ടില്ല. എനിക്ക് ആവശ്യമില്ല. ഒന്നാമത് എനിക്കുള്ള ഉപദേശം തന്നെ ബി എ അമേച്വർ എന്നാണ്. അപ്പം ഞാൻ അമേച്വറാണ്. ഞാൻ സ്വയം കൊട്ടിഘോഷിക്കാറില്ല ഞാൻ ആചാര്യനാണെന്ന് പറഞ്ഞിട്ട്. എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഭാഗവതം പഠിക്കാത്തവരായിട്ട് ഞാൻ എങ്ങനെ സംവാദം ചെയ്യുക? പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അരികിൽ തന്നെ വാണിയിടിൽ മർത്യനുണ്ടാം അനാദരം. അത് ഭാര്യാഭർത്തൃബന്ധത്തിലും മക്കളായിട്ടുള്ള ഒക്കെ എങ്ങനെയാണ്? ഒപ്പം താമസിക്കുമ്പോൾ വില അറിയില്ല. തെറ്റിദ്ധരിക്കുന്നു വേണ്ട. പറഞ്ഞ വിഷയോ? ഇനി ദൂരത്തിൽ നിന്ന് പോരേണം എത്രയും മാന്യനാകുവാൻ. ദൂരത്തിൽ നിന്ന് പോരേണം. ആരാവാൻ? മാന്യനാകുവാൻ. മാന്യത ഉണ്ടാവാൻ പുറമേ നിന്ന് വരണം ആൾക്കാർ. മുറ്റത്തു പൂത്ത മുല്ലയ്ക്ക് മണം കാണില്ല മാനുഷൻ. മുറ്റത്തു പൂത്ത മുല്ലയ്ക്കു മണം കാണില്ല മാനുഷൻ. രാമേശ്വരമണഞ്ഞിടും കാശിഘട്ടത്തിൽ വാഴുവോൻ. ഇത് ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ മൂഢന്മാരെന്ന് വിളിക്കുകയാണ്. ആൾക്കാർക്ക് മനസ്സിലാവണില്ല. രാമേശ്വരത്ത് ഉള്ളവർ കാശിക്ക് പോവും, കാശിയിലുള്ളവർ രാമേശ്വരത്ത് വരും. എന്താ ആവശ്യം? അവിടെയും കാശിനാഥനാണ്, ഇവിടെയും രാമേശ്വരത്ത് പരമശിവൻ. ശിവനും കൃഷ്ണനൊക്കെ മനസ്സിലാണ് വേണ്ടത്. അതറിഞ്ഞാൽ 2 സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ശരിയായ അവസ്ഥ. അപ്പോൾ പറഞ്ഞു അവിടുത്തേക്കെഴും ജ്ഞാനം വിശ്വസൃഷ്ടിയിൽ. അവിടുത്തേക്കെഴും ജ്ഞാനം വിശ്വസൃഷ്ടിയിലയാതിയാൽ നശിക്കില്ലതു മറ്റൊന്നാൽ ഉളവാകാത്തതാകയാൽ. എന്താ പറഞ്ഞത്? ഈ ഋഷീന്ദ്രന്മാർ എന്താ ഇദ്ദേഹത്തിനോട് പറഞ്ഞത്? അവിടുത്തേക്കെഴും അറിവ് വസുദേവരോട് പറയാ. വിശ്വസൃഷ്ടി ലീലയാദിയാൽ നശിക്കില്ല, അത് മറ്റൊന്നാൽ ഉളവാകാത്തതാകയാൽ. രാഗദ്വേഷാദിയും അതിൻ കർമ്മവും ത്രിഗുണങ്ങളും മൂടുകില്ല മുകുന്ദൻ്റെ മഹത്വം ഒരു കാലവും. മുകുന്ദൻ, കേശവൻ, മുരാരി, ഗോവിന്ദൻ, ഗോപാലൻ, ഈ വിവക്ഷയിൽ ഭഗവാന് നശിക്കില്ല, അത് മറ്റൊന്നാൽ ഉളവാകാത്തതാകയാൽ. രാഗദ്വേഷാദിയും അതിൻ കർമ്മവും ത്രിഗുണങ്ങളും സ്വാത്വിക രാജസ താമസ ഗുണങ്ങളും മൂടുകില്ല മുകുന്ദൻ്റെ മഹത്വം ഒരു കാലവും. തന്നിൽ നിന്നുളവാം ഇന്ദ്രിയാദിയാൽ അഖിലേശ്വരൻ. തന്നിൽ നിന്നുളവാം ഇന്ദ്രിയാദിയാൽ അഖിലേശ്വരൻ. സൂര്യൻ മേഘാദിയാൽ പോലെ മങ്ങുമെന്നോർപ്പത് അജ്ഞരാം. കാർമേഘം കൊണ്ട് സൂര്യനെ മറയ്ക്കാം എന്ന് വിചാരിക്കുന്നത് അന്ധത കൊണ്ടാണ്, അജ്ഞരാണ്. പാടത്ത്, അതായത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത്
ഒരു 10 മണി 10:30 മണിക്കൊക്കെ നമ്മൾ നടക്കുക വിചാരിക്കാം. നട്ടുച്ചയ്ക്ക് നടക്കുമ്പോൾ ഉണ്ടാവും, പക്ഷെ ഞാൻ അത്ര നിങ്ങളെ വിഷമിപ്പിക്കണില്ല. ഒരു 10-10:30 മണിക്കൊക്കെ നടക്കുമ്പോൾ കാറ്റ് വീശുന്നുണ്ടെങ്കിൽ മേഘങ്ങൾ സ്പീഡിൽ പോവും. അപ്പോൾ കാണാം വലിയൊരു കുട പിടിച്ച മാതിരിയോ അല്ലെങ്കിൽ ഒരു ഷാഡോ നമ്മുടെ മുമ്പ് കൂടെ ഇങ്ങനെ പായും. കാരണം എന്താ, അത് സൂര്യൻ്റെ റിഫ്ലക്ഷനാണ്, സൂര്യൻ്റെ ഷെയ്ഡാണത്. അത് വിചാരിച്ച് ചൂടിന് കമ്മിയൊന്നും ഉണ്ടാവില്ല. പ്രൊണൗൺസയില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് സൂര്യൻ മേഘാദിയാൽ പോലെ മങ്ങും എന്നോർപ്പത് അജ്ഞരാം വസുദേവനോട് ഈ വണ്ണം മൂർത്തി ചൊല്ലി മഹർഷികൾ. ഇത്രയും കൂലങ്കഷായിട്ട് ഒരു കമൻറ്റ് പാസ് ചെയ്തു വസുദേവരോട്. രാമനും കൃഷ്ണനും സർവ്വപേരും ശ്രദ്ധിച്ചു കേൾക്കവേ കർമ്മനാശകമാം കർമ്മം ഭക്തിശ്രദ്ധാപുരസരം സർവേശ്വരാരാധനമാം വിജ്ഞന്മാർ ചെയ്വത് ഈ വിധം. രാമനും കൃഷ്ണനും ആരാധിക്കണത് കാര്യസാധ്യ പുഷ്പാഞ്ജലിക്കല്ല, തന്നിലുള്ള പിന്നെ എന്താണെന്നാ പറയുക, മമതകളെ ഇല്ലാതെ ഉണ്ടാക്കി പ്രീതിജനകമായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹാശിസ്സുകൾ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിവൃത്തിയുള്ളൂ. കർമ്മനാശകമാം കർമ്മം, കർമ്മത്തെ നശിപ്പിക്കുന്ന കർമ്മ ഏതാ? ഈശ്വരോപാസന. സദാസേവ്യ അത്രയേ ഉള്ളൂ. ഭക്തി ശ്രദ്ധാപുരസ്സരം, അതെങ്ങനെ വേണം? ഭക്തി വേണം, ശ്രദ്ധ വേണം, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിൽ കൂടെ. സർവേശ്വരാരാധനമാം, സർവേശ്വരനെ ആരാധിക്കാവൂ, ബാക്കിയുള്ളവരെ ആരാധിക്കരുത്. വിഷ്ണുവിനെ ആരാധിക്കാം, വിഷ്ണുമായയെ ആരാധിക്കരുത്. ഒടിയനെ അല്ലെങ്കിൽ പറഞ്ഞില്ലേ അധമ മാർഗത്തിൽ പോവരുത്, മധ്യമ മാർഗത്തിലും അധമ മാർഗത്തിലും പോവരുത്. അത് ഞങ്ങൾക്ക് വിധിച്ചതല്ലേ, അങ്ങനെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വിധിച്ചിട്ടില്ല. എല്ലാവരും നേരെയാവണം, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവണം, ധർമാർത്ഥ കാമം മോക്ഷം എല്ലാവർക്കും വേണമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ മുമ്പിൽ ജീവന്മാർ മാത്രമേ ഉള്ളൂ, ജാതി മതം ഭഗവാനില്ല. അതുണ്ടെന്ന് പറഞ്ഞത് അജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ സർവേശ്വരാരാധനമാം വിജ്ഞന്മാർ ചൊൽവതീ വിധം ധനാഗ്രഹം യജ്ഞദാനം കൊണ്ടും ലോകസുഖാഗ്രഹം. ലോകരെ സുഖത്തിലിരുത്തുക എന്നുള്ളതാണ് ധനാഗ്രഹം. എന്തിനായിരിക്കണം വേണ്ടിയിട്ടാണ്? യജ്ഞദാനം, യജ്ഞങ്ങളും ദാനങ്ങളും ചെയ്യാൻ വേണ്ടി ധനം ആഗ്രഹിക്കാം. അല്ലാണ്ട് കള്ള് കുടിച്ച് പൂസായി കാളച്ചാലിൽ വീണ് ഉരുളാനല്ല കാശ് സമ്പാദിക്കുന്നത്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നൊക്കെ പറയും. ധനാഗ്രഹം യജ്ഞദാനം കൊണ്ടും ലോകസുഖാഗ്രഹം ഒട്ടൊട്ടനുഭവം കൊണ്ടും സ്വർഗകീർത്തിയാദി കൗതുകം വേണ്ട. സ്വർഗം കാമിക്കലല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെന്താ? ചെയ്ത കർമ്മത്തിൻ്റെ ഫലാപേക്ഷ കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് താഴെ വരണം. നേരം മറിച്ച് മോക്ഷം പ്രാപിച്ച ഒരാൾക്ക് പുനരഭി ജനനവുമില്ല, പുനരഭി മരണവുമില്ല. മെല്ലെ മെല്ലെ വിചാരങ്ങൾ കൊണ്ടും നീക്കിയിടണം ബുധൻ പണ്ടേ മുതൽക്ക് ഈ വിധമാണെങ്ങും ചെയ്വതു സജ്ജനം. പണ്ടേ കാലത്ത് എന്ന് പറഞ്ഞ എന്താർത്ഥം? കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരത്തിലൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നുണ്ട്. കലികാലം വന്നപ്പോഴാണ് ആടിനെ വട്ടാൻ, കോഴിയെ കല്ല് മൂടൽ, പെണ്ണുങ്ങൾ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കൈ ഇങ്ങനെ കാണിച്ചാൽ ഭദ്രകാളിയാവുമോ? ആവില്ല. തെറ്റിദ്ധരിക്കണ്ട. നെറ്റി വെട്ടിപ്പൊളിച്ചതുകൊണ്ട് ഭദ്രകാളിയാവുമോ? ആവില്ല. ഇതൊക്കെ സുസൂക്ഷ്മം മനസ്സിലാക്കണം, സുസൂക്ഷ്മം. അപ്പോൾ മെല്ലെ മെല്ലെ വിചാരങ്ങൾ കൊണ്ടും, വികാരം കൊള്ളരുത്, വികാരം കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. മെല്ലെ മെല്ലെ വിചാരങ്ങൾ കൊണ്ടും നീക്കിയിടണം ബുധൻ പണ്ടേ മുതൽക്ക് ഈ വിധമാണെങ്ങും ചെയ്വതു സജ്ജനം.
യജ്ഞാധ്യയനപുത്രന്മാർ വഴി 3 കടങ്ങളും യജ്ഞാധ്യയന പുത്രന്മാർ വഴി 3 കടങ്ങളും ദേവർഷി പിതൃഭൂതന്മാർക്കകറ്റിയിടായിൽ വീണുപോം. യജ്ഞവും അധ്യയനവും യജ്ഞം വേണം, അധ്യയനം പഠിപ്പ് വേണം. ഭാഗവതം പഠിച്ചിട്ട് പറയണം, വായിക്കണം. ഭാഗവതം വായിക്കാനായിട്ട് പഠിക്കരുത്. പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ 8 വോള്യം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത് ഗുരുവായൂർ ദേവസ്വം അതാത് കാലങ്ങളിൽ റീപ്രിൻ്റ് ചെയ്ത് ഭക്തന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇഷ്യൂ 1500 രൂപയായിരുന്നു. വളരെ ചീപ്പാണ് 8 വോള്യത്തിന്. അത് വായിച്ച് പഠിക്കണം. ഏത് വായിച്ച് പഠിക്കണം? ആഖ്യാനം, ഭാവാർത്ഥം വായിച്ച് പഠിക്കുക. എന്നിട്ട് മെല്ലെ വാക്കാർത്ഥത്തിലേക്ക് കിടക്കുക. എന്നിട്ട് സ്വരസ്ഥാനങ്ങൾ മനസ്സിലാക്കി ശ്ലോകങ്ങൾ പഠിക്കുക. സ്വരം വേണം. സ്വരം എന്ന് പറഞ്ഞാൽ രാഗം എന്നുള്ള അർത്ഥത്തിലല്ല, കൂട്ടക്ഷരങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അധ്യയന പുത്രന്മാർ വഴി 3 കടങ്ങളും, അതായത് ഋഷികടം, പിതൃകടം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ദേവർഷി പിതൃഭൂതന്മാർക്ക്, ദേവർഷികൾക്കും പിതൃക്കൾക്കും പിതൃഭൂതന്മാർക്കകറ്റിയിടായിൽ വീണുപോം. ഇതാരും മനസ്സിലാക്കണില്ല. അമ്മയച്ഛന്മാരെ വേണ്ട പോലെ ശ്രദ്ധിക്കാത്തവർക്ക് ഈ പ്രപഞ്ചത്തിൽ പരിഹാരമില്ല. അമ്മയെ തള്ളിപ്പറയുക, അച്ഛനെ തള്ളിപ്പറയുക, നിങ്ങൾ എന്തുണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത്രയും മതപ്പതിച്ചൊരു മകനോ മകളോ വേറെ ഉണ്ടാവില്ല. ഇതാണ് പഠിപ്പ്. അപ്പോൾ ഋഷികൾക്കും പിതൃക്കൾക്കും കടമില്ല, അവിടേക്കിനി ദേവന്മാർക്കോ ഋണം തീർത്ത് ഗ്രഹചിന്ത വെടിഞ്ഞിടാം. അങ്ങയ്ക്കിപ്പോൾ ഋഷികടവും ഇല്ല, പിതൃക്കടവും ഇല്ല. അങ്ങ് അതൊക്കെ വീട്ടിയിടും. കാരണം എന്താ? അങ്ങയ്ക്ക് സൽപുത്രൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ദേവന്മാർക്കും ഋണം തീർത്തു ഗ്രഹചിന്ത വെടിഞ്ഞിടാം. ദേവന്മാരുടെ കടം വീട്ടിയിട്ട് ഇനി അങ്ങയ്ക്ക് ഗൃഹചിന്ത വെടിഞ്ഞിടാം. ഇത് ധൈര്യം വരണം ഇത് വായിച്ച് മനസ്സിലാക്കാൻ. ഗൃഹചിന്ത വിടണം. ഗൃഹവും ഗൃഹത്തിലുള്ളവരും വിടാൻ തയ്യാറായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. ആർക്ക്? പെട്ടെന്ന് അച്ഛൻ മരിച്ചു, പെട്ടെന്ന് അമ്മ മരിച്ചു, പെട്ടെന്ന് ഭർത്താവ് മരിച്ചു, പെട്ടെന്ന് ഭാര്യ മരിച്ചു, കുട്ടികളും മരിച്ചു. എന്ത് ചെയ്യും? കരയരുത്. കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതാണ് 6, 8, 10, 12 വയസ്സിൽ ഭാഗവതം പഠിച്ചിരിക്കണമെന്ന് പറയാൻ കാരണം. അവിടുന്ന് എത്രയോ കാലം ഭക്തിപൂർവം മുകുന്ദനെ പൂജിച്ചുവിടുകയാലാണ് മകനായി വന്നത് ഈശ്വരൻ. എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഈ അർത്ഥം അറിയാണ്ട് ഭാഗവതം മനസ്സിലാക്കുക കാരണമാണ് ഉണ്ണിയൂട്ട് നമ്മൾ നടത്തുന്നത്. ഉണ്ണിയൂട്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉണ്ണിയൂട്ട് നമ്മൾ ചെയ്യരുത്. കാരണം എന്താ? ആചാര്യൻ അല്ലെങ്കിൽ യജ്ഞഹോതാവ് പൂവും വെള്ളും എറിഞ്ഞ് കുട്ടികളുടെ തലയ്ക്ക് കൈയൊക്കെ വെച്ച് കാലിൽ ചന്ദനും കുങ്കുമം ഒടിക്കുമ്പോൾ ആ കുട്ടികളുടെ അച്ഛനമ്മമാർ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ട്? അവർ എന്താ പറയുക, മദ്യം സേവ ചെയ്യുന്നുണ്ടോ? സ്മോക്കിംഗ് ചെയ്യുന്നവരാണോ? നോൺ വെജിറ്റേറിയൻ കഴിക്കണവരാണോ? അങ്ങനെയുള്ളവരുടെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. അഹിംസ പരമോ ധർമ്മ എന്നാണ് നമ്മുടെ വേദത്തിൻ്റെ നാരായവേര്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം, അപ്പോൾ ഈ രാജാക്കന്മാരെന്തിനാ പശുഹത്യ ചെയ്യണത്? അത് അവരുടെ വിവരമില്ലായ്മ കൊണ്ടെന്ന് ഭാഗവതം വേദവും പറയുന്നുണ്ട്. ശരിയായ യജ്ഞം എന്താ? ധ്യാനയജ്ഞം. ധ്യാനിക്കുക ഭഗവാനെ. എങ്ങനെ ധ്യാനിക്കണം? കേശാദിപാദം പാദാദികേശം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭഗവാൻ നിരാകാരനാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടായിരിക്കണം.
ആ നിരാകാരൻ സഗുണത്തിൽ ഉപാസിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് പ്ലെയിനായിട്ട് ഞാൻ പറയും. എനിക്ക് പേടിക്കില്ല. ഞാനതെൻ്റെ വർമ്മം മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. എൻ്റെ ഗുരുനാഥൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എടാ ചെറുക്ക, തെക്കൻ ശൈലിയാണ് ഗുരുനാഥന്മാർ കുട്ടികളെ വിളിക്കുക ചെക്കാന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ പൗരുഷം ഉണരരുത്. എന്തയാൾ ഒരു സോഷ്യൽ ഇതില്ലാണ്ട് വിളിക്കണമെന്ന് ചോദിക്കരുത്. അപ്പം അങ്ങനെ നമുക്ക് അറിവില്ലാത്തത് പലതുണ്ട്. അപ്പോൾ അവിടുന്ന് എത്രയോ കാലം ഭക്തിപൂർവം മുകുന്ദനെ പൂജിച്ചിടുകയാലാണ് മകനായി വന്നത് ഈശ്വരൻ. ഒരു ചാൻസ് അല്ല, 3 ജന്മം ഭഗവാൻ അവർക്ക് ഈ പേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ മകനായിട്ട് തീർന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും ആഗ്രഹിച്ച പോലെ. വസുദേവരും ദേവികീദേവിയും മകനായി പറക്കണമെന്നേ പറഞ്ഞുള്ളൂ. നന്ദഗോപുരും യശോദമ്മയും ബാലലീലകൾ അനുഭവിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. അത് രണ്ടും മൂപ്പർ ഒരു ജന്മത്തിൽ തന്നെ ശരിക്ക് കൊടുത്തു. അപ്പോൾ ഋഷീന്ദ്രരോതും ആ വാക്യമുള്ളിൽ താനോർത്ത് അതേ വിധം കേട്ടു സന്തോഷമാർന്നേടും വസുദേവൻ മഹാമതി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എനിക്കിനി ഒരു കടലേ ഉള്ളൂ, സാരമില്ല, ഞാൻ ചെയ്തോളാം. ഋഷീന്ദ്രർ ഓതും ആ വാക്യം ഉള്ളിൽ താനോർത്ത് അതേ വിധം കേട്ടു സന്തോഷമാർന്നേടും വസുദേവൻ മഹാമതി. വലിയ മനസ്സിൻ്റെ ഉടമയ്ക്കാണ് മഹാമതി എന്ന് പറയുന്നത്. ഉടൻ താൻ അഭിവാദ്യം ചെയ്ത് ആജ്ഞ വാങ്ങി മുനീന്ദ്രരെ ഉദാര ഋത്വിക്കുകളായി വരിച്ചാൻ അവരത്രയും. ഉടനെ തന്നെ ഈ ഋഷീന്ദ്രന്മാരെ തന്നെ അദ്ദേഹം ഋത്വിക്കുകളായിട്ട് തനിക്ക് വേണ്ടി പൂജ ചെയ്യുന്ന ആൾക്കാരായിട്ട് വരിച്ചു, ആചാര്യവരണം നടത്തി. ഉടൻ താൻ അഭിവാദ്യം ചെയ്ത എന്ന് പറഞ്ഞാൽ പേരും നക്ഷത്രവും ഗോത്രവും പറഞ്ഞിട്ട് ഇവരെ നമസ്കരിക്കുക. ഞാൻ ഇന്ന ഗോത്രത്തിൽ ഇന്ന നക്ഷത്രത്തിൽ ഇന്ന പേരിൽ ജനിച്ചവൻ, ഞാനിതാ അങ്ങയെ നമസ്കരിക്കണം. ഇതിനാണ് അഭിവാദ്യം ചെയ്യാന്ന് പറയാം. അപ്പോൾ 2 കാതും പിടിക്കണം. കാത് പിടിച്ചിട്ട് വേണം നമസ്കരിക്കാൻ. അപ്പോൾ ഉദാരൻ ഋത്വിക്കുകളുമായി വരിച്ചാൻ അവരത്രയും വിശേഷരൻ പുഞ്ചിരി പൂണ്ട് അരികത്തന്നെ മിന്നവേ. അപ്പോൾ ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ ജഗദീശ്വരൻ സാക്ഷാൽ ശ്രീഹരി അടുത്തന്നെ നിൽക്കുന്നുണ്ട്. ചിരിച്ചും കൊണ്ടിങ്ങനെ നിൽക്കണം അദ്ദേഹം. എന്തിനായി ചെറി? എൻ്റെ അച്ഛന് ഇത്ര കാലം കൊടുത്തൂല്ലേ എന്നെ മനസ്സിലാക്കാൻ. ഇതാണ് ചെറി, അതാണ് മായ. വിശ്വേശ്വരൻ പുഞ്ചിരി പൂണ്ടരികിൽ തന്നെ മിന്നവേ ഭക്തിപൂർവം യജിപ്പിച്ചു വസുദേവനെ വേണ്ട പോൽ. അറിവും കഴിവും മറ്റും വേണ്ടതുണ്ടാക കാരണം. അറിവ് വേണം, കഴിവ് വേണം, മറ്റും പലതും വേണം. വേണ്ടതുണ്ടാക കാരണം ഒരുക്കം ചെയ്തുടൻ തന്നെ ശരിക്ക് ഉത്തമ രീതിയിൽ. അപ്പം നമ്മൾക്കെന്ത് വേണം? നമ്മൾ പാരായണത്തിന് തയ്യാറാവുമ്പോൾ അറിവും വേണം, കഴിവും വേണം. എന്തിന്? ഇത് വായിക്കാൻ പറയാനും. വേണ്ടതുണ്ടാക കാരണം ഒരുക്കം ചെയ്തുടൻ തന്നെ ശരിക്ക് ഉത്തമ രീതിയിൽ കുളിച്ച് അലങ്കരിച്ച് ഏറെ മിന്നി വൃഷ്ണികളെ വരും. വൃഷ്ണികുലത്തിൽ ജനിച്ചവർ എല്ലാവരും ഒന്നിനൊന്ന് കട്ടയ്ക്ക് നിൽക്കണം. കാരണം ശ്രീകൃഷ്ണ ഭഗവാനാണ് ത്രിലോക ഈശ്വരൻ എന്ന് അവർക്കറിയാം, അറിഞ്ഞപ്പോൾ. കുളിച്ച് അലങ്കരിച്ച് ഏറെ മിന്നി വൃഷ്ണികളെ വരും പത്നിമാരും തെളിഞ്ഞെത്തി വിലസും യാഗശാലയിൽ. കൃഷ്ണാഹാഞ്ചിനം അണിഞ്ഞേറെ. മാൻതോലൊക്കെ യജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ് മാൻതോലെടുക്കുക. കൃഷ്ണാഞ്ചിനം അണിഞ്ഞേറെ വിളങ്ങും വസുദേവനെ എല്ലാവരും യാഗക്രിയകളോരോന്നും ചെയ്യിച്ചു മഹദർഷികൾ. ഈ പേര് കേട്ട ഒരു 10-13 ആൾക്കാരുടെ പേര് പറയുന്നുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ ഇല്ലേ എനിക്കറിയില്ല. അവരൊക്കെ ആണ് ഋത്വിക്കുകൾ. അപ്പോൾ കൃഷ്ണാജിനം അണിഞ്ഞേറെ വിളങ്ങി വസുദേവന് യാഗക്രിയകളോരോന്നും ചെയ്യിച്ചു മഹിദർഷികൾ. രാമനും കൃഷ്ണനും ഭാര്യ മക്കളും ബന്ധുവൃന്ദവും കൂടി നിന്നെത്രയും കാന്തി വളർത്തിയ ഗുരുപുങ്കവ. ഹേ പരീക്ഷിത് മഹാരാജാവേ, ആ ഒരു സീൻ കാണേണ്ടതാണ്. രാമനും കൃഷ്ണനും ഭാര്യ മക്കളും ബന്ധുവൃന്ദവും കൂടി നിന്നെത്രയും കാന്തി വളർത്തിയ ഗുരുപുങ്കവ. ഋത്വിക്കുകൾക്കും സഭ്യർക്കും, സഭയിലുള്ള ആൾക്കാർ സഭ്യർക്കും, അതാണ് സഭയിൽ അസഭ്യമില്ല എന്ന് പറയും. അപ്പോൾ
മറ്റും യാഗസമാപ്തിയിൽ കനത്തതാം ദക്ഷിണ ചെയ്തേറെ മോദിച്ചു സർവരും. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ദഹിക്കില്ല. കനത്തതാം ദക്ഷിണ, അതെന്താ അങ്ങനെ കനത്തതാം ദക്ഷിണ? കൊടുക്കുമ്പോൾ വാരി കോരി കൊടുക്കണം. ദക്ഷിണ കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കരുത്, എണ്ണി കൊടുക്കരുത്, വാരി കൊടുക്കണം. ഒരു വ്യക്തി ദക്ഷിണ വാങ്ങുന്നവൻ സന്തോഷിച്ചാൽ അവനിലുള്ള ഈശ്വരൻ സന്തോഷിച്ചു എന്ന്, അല്ലാണ്ട് അയാളല്ല സന്തോഷിക്കുന്നത്. എനിക്കിന്ന് അടുത്ത ശിവരാത്രിക്ക് 2025 ശിവരാത്രിക്ക് കാലത്ത് 8 മുതൽ 10 വരെ ഒരു പ്രഭാഷണം വേണം. ഓ ശരി. ഉടനെ ചോദ്യം വന്നു, എന്താണ് അങ്ങയുടെ റേറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ റേറ്റ് എക്സിക്യൂട്ട് ചെയ്യാറോ അതുമില്ല, റേറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. പറഞ്ഞു പക്ഷേ അത് പറയുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം, കാരണം ഞാൻ എൻ്റെ ഗുരുവചനങ്ങളെ അതേപടി നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ഞാൻ പിന്നെയും ചിരിച്ചു കുറേ മനസ്സിൽ. കഴിഞ്ഞ ശിവരാത്രിക്ക് EMS ആസ്പത്രിയുടെ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ ദിവസപൂജയില്ല, അവിടെ വിശേഷ ദിവസങ്ങളല്ലേ ഉള്ളൂ. അവരിതേമാതിരി വിളിച്ചു, ഞാൻ പോയി, പ്രഭാഷണം കഴിഞ്ഞു. അപ്പോൾ കാര്യകർത്താക്കൾ ചോദിച്ചു ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. സെക്രട്ടറി എന്നോട് ചോദിക്കാൻ, ഒന്നും ചെയ്യാനില്ല പറഞ്ഞു. എന്നോട് ചെയ്യാൻ പറഞ്ഞു, പ്രഭാഷണം ചെയ്യാൻ. ഞാൻ വന്ന് പ്രഭാഷണം ചെയ്തു. ഇനി ഞാൻ ഇറങ്ങായി. അപ്പോഴാണ് ചോദിച്ചത്, ഡ്രൈവർക്ക് വല്ലത് ആൾക്ക് എന്തെങ്കിലും കൊടുത്തോളൂ, കൊടുത്തില്ലെങ്കിൽ അയാൾ വന്ന് ചോദിക്കില്ല. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു സംജ്ഞ, ഒരു കാര്യം മുഴുവനായിട്ട് നമുക്കറിയില്ല. ആചാര്യനെ എങ്ങനെ വിളിക്കണം, അല്ലെങ്കിൽ വിളിച്ചു കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം, ആ ദക്ഷിണ എങ്ങനെയായിരിക്കണം, ഇതൊന്നും അറിയില്ല ആൾക്കാർക്ക്. വേണ്ട, എനിക്കറിയാം. വിളിച്ച സ്ഥലത്ത് പോയിട്ട് ഞാൻ നന്നായിട്ട് വർത്തമാനം പറയും, കാര്യമായിട്ടുള്ള തന്നെ പറയും. ബാക്കി ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് പോകാനും വരാനുള്ള കാശും എണ്ണയും കാറും ഡ്രൈവറും ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എനിക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്, പിന്നെന്താ. അപ്പോൾ പറഞ്ഞു, ഋത്തിക്കുകൾക്കും സഭ്യർക്കും മറ്റും യാഗസമാപ്തിയിൽ കനത്തതാം ദക്ഷിണ ചെയ്തേറെ മോദിച്ചു സർവരും. വസുദേവനെ ദീക്ഷാന്ത സ്നാനം ചെയ്യിച്ചലിഞ്ഞുടൻ. ഏതൊരു യജ്ഞം നടന്നാലും അവഭൃത സ്നാനം വേണം. ദീക്ഷ അവസാനിക്കുമ്പോൾ വസുദേവനെ ദീക്ഷാന്തം സ്നാനം ചെയ്യിച്ച് അലിഞ്ഞുടൻ കുളിച്ചാർ ഏവരും. രാമഹൃതത്തിൽ കുതുകത്തോടും, രാമഹൃതം, രാമൻ്റെ പേരിലൊരു കടവുണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു കയം കുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാമഹൃതത്തിൽ കുതുകത്തോടും വിശ്വേശ്വരൻ്റെ മേൽ നോട്ടം മട്ട് ആദരപൂർവകം സമസ്ത ജീവരാശിക്കും നൽകി മൃഷ്ടാന്ന ഭോജനം. ഈ ഒരു ശ്ലോകം അതിഗൗരവമാണ്. എന്താ? സമസ്ത ജീവരാശിക്കും, ബ്രാഹ്മണർക്ക്, ക്ഷത്രിയർക്ക്, വൈശ്യർക്ക്, ശൂദ്രർക്ക്, സ്ത്രീകൾക്ക്, പുരുഷ വ്യത്യാസമില്ല. സപ്താഹ കമ്മിറ്റിക്കാർക്കും കുടുംബത്തിനും മാത്രമല്ല സപ്താഹത്തിന് അന്നദാനം. ആബാല വൃദ്ധജനങ്ങൾക്കും, പ്രത്യേകിച്ച് ഊണ് കഴിക്കാൻ കഴിവില്ലാവർക്കാണ് അന്നദാനം കൊടുക്കേണ്ടത്. അതല്ലല്ലോ നമ്മൾ ചെയ്യണത്. നമ്മളെന്താ ചെയ്യണത്? മറ്റുള്ളവരെ അരച്ച് കയറാതെ കണ്ടിരിക്കാൻ ഗേറ്റ് അടയ്ക്കുക ചെയ്യണത്. അവിടെ പോയി അതിൻ്റെ മഹനീയത. കാരണം ഈ ഗേറ്റ് അടയ്ക്കണതും അടയ്ക്കാൻ പറയണതും നിയന്ത്രിക്കുന്ന ആൾക്കാർക്കും അവരാരും ഇത് വായിച്ചിട്ടില്ല. എന്നാൽ ആചാര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. അവർക്ക് പറയാനുള്ള വോയിസ് ഇല്ല, കാരണം അവർ മുഴുവൻ വായിച്ചിട്ടില്ല. അത് കാരണം എന്താ? പ്രൊഫഷണലിസമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളെയും മോശമാക്കണത്. അമേച്ചറിസം ആണെങ്കിലോ എല്ലാ കാര്യവും വെടുപ്പായിട്ട് മാറും. അപ്പോൾ യജ്ഞത്തിനവിടം വന്നു ചേർന്ന സർവജനത്തെയും സന്തോഷപൂർവം സമ്മാനിച്ചയച്ചാൻ അഖിലേശ്വരൻ. ഭഗവാൻ
അവിടെ വന്നിട്ടുള്ളവരേനൊക്കെ ശാന്തചിത്തന്മാരായിട്ട് അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും നടക്കാത്ത കാര്യം ഉണ്ടെങ്കിൽ പറയണം, ഇപ്പം പറഞ്ഞോളൂ, നടത്തിത്തരാം. യജ്ഞത്തിനവിടം വന്നു ചേർന്ന് സർവജനത്തെയും സന്തോഷപൂർവം സമ്മാനിച്ചയച്ചാനഖിലേശ്വരൻ. ദേവർഷി, ഭഗവാൻ വ്യാസൻ, ഭീമൻ, ദ്രോണൻ, യുധിഷ്ഠിരൻ, ദ്രുപദൻ, വിതുരൻ മുമ്പാം വേണ്ടപ്പെട്ടവരെ വരും. കുറച്ച് ആൾക്കാർ അവിടെ ആരൊക്കെയാ? ദേവർഷി അതേ നാരദരൻ, ഭഗവാൻ വ്യാസൻ, ഭീമൻ, ദ്രോണൻ, യുധിഷ്ഠിരൻ, ദ്രുപദൻ, വിതുരൻ മുമ്പാം വേണ്ടപ്പെട്ടവരെ വരും. ഇറങ്ങിനാർ നാഥനോട് യാത്ര എങ്ങനെ ചൊല്ലിയോ. ഭഗവാനോട് എങ്ങനെ യാത്ര പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് രണ്ടാളും കൈ കഴുകി. ആര്? വ്യാസനും കൈ കഴുകി. പിന്നെ നമ്മുടെ ഭട്ടതിരി, ഏത് ഭട്ടതിരി? എനിക്ക് പേര് ഓർമ്മ നിൽക്കില്ല. താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി, അദ്ദേഹമാണ് തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഭാഗവതത്തിൽ 14,000 ചില്ലാൻ ശ്ലോകം പ്ലസ് ഒരു 10,000 കിടക്കട്ടെ. അങ്ങനെ മൊത്തം 24,000 ശ്ലോകങ്ങളാണ് ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ. അതാണ് പറഞ്ഞത്. എങ്ങനെ ഇറങ്ങി? അപ്പോൾ ദ്രുപദൻ, വിതുരൻ മുമ്പാം വേണ്ടപ്പെട്ടവരെ വരും. ഇറങ്ങിനാർ നാഥനോട്. ആരാ നാഥൻ? ശ്രീകൃഷ്ണനോട്. യാത്ര എങ്ങനെ ചൊല്ലിയോ? കരഞ്ഞു പിഴിഞ്ഞിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക, ഉറപ്പാ. കാരണം ഭഗവാനോട് യാത്ര പറയാൻ പറ്റില്ലേ. ഭഗവാനെ കണ്ടു കിട്ടുക തന്നെ സുലഭല്ല, അസുലഭാണ്. പിന്നെ എങ്ങനെ യാത്ര പറയാ? ഭഗവത് വിരഹം തെങ്ങിമിന്നും ആ ഭാഗ്യശാലികൾ. ഇവരേനേക്കാളൊക്കെ ഭാഗ്യശാലിയാണ് ഞാൻ. കാരണം ഞാൻ എത്ര പ്രാവശ്യം ഇത് വായിക്കണത്, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ മനസ്സ് കൂടെ ഇങ്ങനെ പാറിപ്പറക്കുക ചെയ്യണത് അല്ലേ. അതുകൊണ്ടാണ് പറയണത്. ഭഗവത് വിരഹം തിങ്ങിമിന്നും ആ ഭാഗ്യശാലികൾ. നന്ദനോ. നീ നന്ദൻ്റെ കാര്യം എന്താ? ആരാ നന്ദൻ? നന്ദഗോപര്, ഭഗവാന്റെ വളർത്തച്ഛൻ. നന്ദനോ കൃഷ്ണരാമന്മാരോട് ചേർന്നൊപ്പം അങ്ങനെ വാണാനൊട്ടേറെ നാളങ്ങ് വരുമ്പോൾ ഓർത്തമാതിരി. അവിടുന്ന് പോരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്നൊന്നും വരില്ല. ഇവിടുന്ന് പോണവരൊക്കെ അത്യാവശ്യം സാധന സാമഗ്രികൾ എടുത്തോളൂ, നമുക്ക് കുറച്ച് ദിവസം നമ്മുടെ ഉണ്ണികളുടെ ഒപ്പം താമസിക്കാം എന്ന് പറഞ്ഞാൽ പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നന്ദനോ കൃഷ്ണരാമന്മാരോട് ചേർന്നൊപ്പം അങ്ങനെ വാണാനൊട്ടേറെ നാളങ്ങ് വരുമ്പോൾ ഓർത്തമാതിരി. എന്താ കാര്യം അല്ലേ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.